ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ City Gold, Gold and Diamonds. വലിയൊരു പ്രതിഷേധം നാട്ടിൽ നിലനിൽക്കുകയാണ്. അത് ഏറ്റെടുത്തുകൊണ്ടാണ് ചമനാട് കൂട്ടായ്മ ജാതി മത ചിന്തകൾക്ക് അതീതമായി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ച് ദിവസങ്ങളായി ഈ വർക്ക് ഏറ്റെടുത്ത ഊരാളുകളുമായി ബന്ധപ്പെടുന്നുണ്ട്. സർക്കാർ അധികൃതരുമായി ബന്ധപ്പെടുന്നുണ്ട്. കൂട്ടായ്മ വളരെയധികം ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ് നാടിൻ്റെ ഈ ഒരു ശാപത്തിനെതിരെ. ഒരു 40 ദിവസമായി നമ്മുടെ മക്കള് നാട്ടുകാര് പൊടി തിന്നുകയാണ്. കടകളൊന്നും തുറക്കാൻ പറ്റാത്ത വലിയൊരു അവസ്ഥയിലാണ്, സങ്കടകരമായ അവസ്ഥയിലാണ് നാം ഉള്ളത്. പല ആളുകളും പല വേദികളിലും പല ആളുകളോടും പറഞ്ഞിട്ടും ഈ 40 ദിവസമായിട്ട് നമുക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ സമയത്താണ് അവസാനം വെള്ളിയാഴ്ച ഇതിന്റെ വർക്ക് നമ്മൾ കഴിക്കേണ്ടത്. ഹോട്ടലുകളിൽ നമ്മൾ പ്ലേറ്റ് തുറന്ന് വെച്ചാല് ആ ഭക്ഷ്യ സാധനങ്ങളുടെ മുമ്പിലേക്ക് പറന്നു വരുന്നത് ഈ സിമെന്റ് പൊടിയാണ്. കുറച്ചു ദിവസം മുമ്പ് വരെ നമ്മുടെ റോഡിന്റെ ഇരുവശത്ത് മാത്രമായിരുന്നു ഈ പൊടി പടല ശല്യം ഉണ്ടായിരുന്നു. ഇന്നത് ചമനാട് ജുമാ മസ്ജിദിലേക്ക്, ചമനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക്, GP സ്കൂളിലൊക്കെ, അതായത് വായുവിൽ കലർന്ന് ആ പൊടി പടലങ്ങൾ നമ്മുടെ വീടിനകത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ പൊടി എന്ന് പറയുന്നത് കോൺക്രീറ്റ് മിശ്രിതത്തിൽ നിന്ന് വരുന്ന സിമെന്റ് പൊടിയാണ്. സിമെന്റ് എത്രമാത്രം ഗുരുതരമായ രോഗങ്ങൾ പിടിപെടുന്ന സാധനമാണെന്ന് നമുക്കൊക്കെ അറിയാൻ കഴിയും. ഈ പറയുന്ന അധികൃതർക്കും അറിയും, ഈ കോൺട്രാക്ട് ഏറ്റെടുത്ത ഊരാളുകളിലും അറിയുന്നതാണ്. അപ്പോ എല്ലാ വാതിലുകളും മുട്ടി അവസാനം എന്ന നിലയിലാണ് നമ്മൾ ഈ 10 മണിക്കൂർ ധർണ്ണ ഇവിടെ. ഇനിയും നാളെയും കൂടി ഒരു ദിവസം നമ്മൾ എല്ലാ വാതിലുകളും മുട്ടും ഞങ്ങളെ പൊടിപടലത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇതാരും ഈ പൊടിപടലം ഒരു പ്രശ്നം അല്ല എന്നൊന്നും പറയില്ല. സാധാരണ ഒരു കോൺട്രാക്ടർ റോഡ് വർക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരു 12 ദിവസം കോൺക്രീറ്റ് ചെയ്ത് അതിനു വേണ്ടി കാത്തിരിക്കലുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. 12 ദിവസം 15 ദിവസമായി നമ്മൾ സഹിച്ചു. ഇതിപ്പോ 40 ദിവസം കടന്നിരിക്കുകയാണ്. പൊടിപടലം ആകാശത്ത് കൂടി വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ചളിയങ്കോട് വരെ പോകുന്നവരുടെ അവസ്ഥ നമുക്കറിയാം. നമ്മള് വളരെ കൂപ്പുകൈയോടെ ഈ കോൺട്രാക്ടർ കമ്പനിയോട് പറഞ്ഞു, നിങ്ങളൊരു 3 സമയത്തെങ്കിലും വെള്ളം തളിച്ചേക്കുന്നു. ഇതൊന്ന് രാവിലെ നേർച്ചക്ക് പോലെ ഒരു വെള്ളമടി കഴിഞ്ഞാൽ പിന്നെ വെള്ളം തളിക്കാറില്ല. ഇത് നമ്മൾ വലിയ ടെക്നോളജിയുടെ കാലമാണ്, ആധുനിക കാലഘട്ടമാണ്. കുറെ അധികം ആളുകൾ പ്രവാസികളായ ആളുകളാണ്. നമുക്ക് ഗൾഫിലൊക്കെ അറിയാം, 10 മിനിറ്റ് 15 മിനിറ്റ് നിങ്ങളുള്ള റോഡ് പണി നടക്കുമ്പോൾ വെള്ളമടിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇത് 24 മണിക്കൂറിൽ ഒരു സമയത്ത് വെള്ളമടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അവസ്ഥ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഈ കോൺക്രീറ്റ് ചെയ്ത ഒരു നല്ലൊരു വിശ്വാസം ഈ പൊടി പഠനത്തിനെതിരെ ലഭിച്ചില്ലെങ്കിൽ മറ്റന്നാള് ബഹുജനങ്ങളെ നാട്ടുകാരെ ഒക്കെ അണിനിരത്തിക്കൊണ്ടുള്ള റോഡ് തടയൽ സമരമാണ് നാം മുമ്പിൽ കാണുന്നുള്ളത്. അല്ലാതെ വേറൊരു വഴിയുമില്ല നമുക്ക്. ഞാൻ രാവിലെ പറഞ്ഞതാണ്, 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, 2 മതപഠന കേന്ദ്രങ്ങൾ, ഒരു അംഗൻവാടിയൊക്കെ ഈ റോഡുമായി ബന്ധപ്പെട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടുത്തെ കുഞ്ഞുങ്ങള് പനി പിടിച്ച് അല്ലെങ്കിൽ ചുമ പിടിച്ച് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ പിടിപെട്ട് ആശുപത്രിയിലാകുന്ന ഒരവസ്ഥയാണുള്ളത്. കടകളിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, കടകൾക്കകത്തുള്ള ഭക്ഷ്യ സാധനങ്ങളൊക്കെ സിമെന്റ് പൊടി കൊണ്ട് നിറഞ്ഞ അവസ്ഥയിലാണ്.
ഇപ്പോഴുള്ളത്. അതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഈ കൂട്ടായ്മയുടെ ഞങ്ങളുടെ പ്രവർത്തനം. ഇതിലേക്ക് എല്ലാവിധ ആശംസകളും. ഇത് തന്നെയാണ് സ്ഥിതി. ഞങ്ങൾ ഏകദേശം മുണ്ടാകത്ത് 10-15 ഓട്ടോ ഡ്രൈവർമാർ വെക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ അവരെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, 4-5 ഓട്ടോറിക്ഷ ഇത് ചുരുങ്ങിയിട്ടുണ്ട്. പകുതിയിലധികം പേരും ഇത് തന്നെയാണ് അവസ്ഥ. ഇനിയൊരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കണ്ണിലേക്ക് ഒരു പൊടി വീണിട്ട് അവന് ആശുപത്രി കൊണ്ടുപോയിട്ട് ഏകദേശം 1000 രൂപ ആ സ്പോട്ടിൽ ചെലവാക്കേണ്ടി വന്നു. അപ്പോൾ അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് ഈ നാട്ടിലുള്ള എല്ലാവരും സഹിക്കുന്നുള്ളത്. ഓരോരുത്തർക്കും ഓരോ കഥ പറയുകയാണെങ്കിൽ അത്രയും പറയാനുണ്ടാവും. ഈ ചെറിയ വാക്കുകൾ